പ്രതിപാദിച്ചത് 5 ജ്ഞാനേന്ദ്രിയങ്ങളെ, ആ 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെ വിരാഗാവസ്ഥയെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്. തുടർന്ന് ഇനി വരുന്ന അടുത്ത 5 പദ്യങ്ങൾ 5 കർമ്മേന്ദ്രിയങ്ങളെയാണ് പ്രതിപാദിക്കുന്നത്. കർമ്മേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞതാണ്. പാണി, പാദം, പായു, ഉപസ്ഥം, വാക്ക്. ഈ 5നും 5ൻ്റെതായ ധർമ്മങ്ങളുണ്ട്. ജ്ഞാനേന്ദ്രിയങ്ങളുടെ കാര്യം പറഞ്ഞു. 5 ജ്ഞാനേന്ദ്രിയങ്ങൾക്കും 5 ധർമ്മങ്ങളുണ്ട്. അതുപോലെ 5 കർമ്മേന്ദ്രിയങ്ങൾക്കും 5 ധർമ്മങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് 6-ാം പദ്യം തൊട്ട് 10-ാം പദ്യം വരെ പ്രതിപാദിക്കാൻ പോകുന്നത്. 6-ാമത്തെ പദ്യം. നീരും നിരന്ന നിലവും കനലോടു കാറ്റും ചേരും ചിദംബരമതിങ്കലിരുന്നിടും നീ പാരിൽ കിടന്നലയുമെൻ പരിതാപമെല്ലാരിങ്ങു നിന്നുടറിയിപ്പതിനുണ്ടു ശംഭോ. നീരും നിരന്ന നിലവും കനലോടു കാറ്റും ചേരും ചിദംബരമതിങ്കലിരുന്നിടും നീ പാരിൽ കിടന്നലയുമെൻ പരിതാപമെല്ലാമാരിങ്ങു നിന്നുടറിയിപ്പതിനുണ്ടു ശംഭോ. നമുക്ക് അതിന്റെ അന്വയം അന്വയാർത്ഥത്തിലേക്ക് കിടക്കാം. പരമേശ്വര ഭാഷ വന്നിട്ടില്ലല്ലോ, ചോദിച്ചിട്ടുണ്ട്. മര്യാദകൾ ഒന്ന് സൂചിപ്പിച്ച നീരും നിരന്ന നിലവും. നീര് വെള്ളമാണ്. അപ്പൊ വെള്ളവും നിരന്ന നിലവും പരന്ന ഭൂമിയും. ഭൂമി പരന്നതാണോ ഉരുണ്ടതാണോ എന്നുള്ള ചർച്ച ഇവിടെ നമുക്ക് വേണ്ട. നമ്മൾ കാണുന്ന ഭൂമി പരന്നു കിടക്കുന്ന ഭൂമിയാണ്. ശാസ്ത്രീയമായിട്ട് ഉരുണ്ടതാണ്, അതവിടെ നിൽക്കട്ടെ. അപ്പൊ വെള്ളവും പരന്ന ഭൂമി, പരന്നു കിടക്കുന്ന ഭൂമിയും. നീരും നിരന്ന നിലവും കനലോടു കാറ്റും. കനലോട്, കനലഗ്നിയാണ്. അഗ്നിയോടും അതുപോലെ കാറ്റും. പഞ്ചഭൂതങ്ങളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. ഇതാണ് 5 ഭൂതങ്ങൾ. പൃഥ്വി ജനിച്ച മണ്ണ് അഥവാ ഭൂമി. അപ്പ് വെള്ളമാണ്. തേജസ് അഗ്നി, ചൂടാണ്. വായു ആകാശം. ഇതാണ് 5 ഭൂതങ്ങൾ. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. നീരും നിരന്ന നിലവും കനലോടു കാറ്റും വെള്ളവും പരന്ന ഭൂമിയും അഗ്നിയും വായുവും ചേരും ചിദംബരമതിങ്കതിരുന്നിടും നീ. ഈ ഭൂതങ്ങളൊക്കെ ഒന്നിച്ചു ചേരുന്ന ചിദംബരത്ത് ഭഗവാനെ നീ നിലകൊള്ളുന്നു. അവിടെ ഭഗവാൻ നിലകൊള്ളുന്ന ഭഗവാന്റെ ഒരു വാസസ്ഥാനമായിട്ട് ഈ ചിദംബരത്തെ കണക്കാക്കിക്കൊണ്ട് പറയുകയാണ്. ഈ പഞ്ചഭൂതാത്മകമായ ഈ ആകാശത്തിലാണ് ഭഗവാനെ നീ നിലകൊള്ളുന്നത്. നിന്റെ വാസസ്ഥാനം അവിടെയാണ്. നീ അവിടെ നിലകൊള്ളുകയാണ്. പഞ്ചഭൂതങ്ങൾ ചേരുന്ന ബോധമയമായ ചിദാകാശത്തിൽ നീ നിറഞ്ഞിരിക്കുന്നു ഭഗവാനേ എന്നാണ് വാക്കിന്റെ അർത്ഥം. പഞ്ചഭൂതാത്മകമായ ചിദാകാശത്തിൽ നീ സർവത്ര നിറഞ്ഞ് കവിഞ്ഞു തുളുമ്പി നിൽക്കുന്നു ഭഗവാനേ എന്നാണ് ആദ്യത്തെ 2 വരിയുടെ പൊരുളതാണ്. നീരും നിരന്ന നിലവും കനലോടു കാറ്റും ചേരും ചിദംബരമതിങ്കലിരുന്നിടും നീ. അപ്പൊ ഭഗവാന്റെ വാസസ്ഥാനം എവിടെയാണ്? ഭഗവാൻ ചിദംബരത്തിലാണ് കുടികൊള്ളുന്നത്. ചിദംബരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ അതിർത്തി തമിഴ്നാട്ടിൽ ഒരു ക്ഷേത്രമുണ്ട്, ചിദംബര ക്ഷേത്രം എന്നാണ് പറയുന്നത്. ആ ക്ഷേത്രത്തെ കണക്കാക്കിയല്ലേ ഇവിടെ പറയുന്നത്. ഭഗവാൻ കുടികൊള്ളുന്നത് ചിദംബരമാകെ, ചിദാകാശമാകെ നിറഞ്ഞു കവിഞ്ഞു തുളുമ്പി നിൽക്കുകയാണ്. സർവത്ര വ്യാപി, സർവവ്യാപിയായും സർവ അന്തര്യാമിയായും നിലകൊള്ളുകയാണ് ഭഗവാൻ. പാരിൽ കിടന്നലയുമെൻ പരിതാപമെല്ലാം. ഭഗവാനെ ഞാൻ ഈ പാരിൽ കിടന്ന്, ഈ ഭൂമിയിൽ കിടന്ന് അലയുകയാണ് ഭഗവാനെ. ഈ സംസാര സാഗരത്തിൽപ്പെട്ട്, സംസാര ദുഃഖത്തിൽപ്പെട്ട് ഞാൻ ഉടരുകയാണ് ഭഗവാനെ. ആ പാരിൽ കിടന്ന്, ഈ ഭൂമിയിൽ കിടന്ന് അലയുന്ന, ഏതാണ് ദിശ, ദിശാബോധമില്ലാതെ കിടന്ന് വലയുന്ന എന്റെ പരിതാപമെല്ലാം, എന്റെ ദുഃഖമെല്ലാം തന്നെ ഭഗവാനെ
ഭൂമിയിൽ കിടന്നലയുന്ന എന്റെ ദുഃഖങ്ങളെല്ലാം, ഈ ഭൂമിയിൽ ഞാൻ കിടന്നലയുന്നത് എങ്ങനെയാണ്? വിഷയസുഖങ്ങളുടെ പുറകെ ഇന്ദ്രിയങ്ങൾ പാഞ്ഞു നടക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങളാണ് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രിയങ്ങൾ വിഷയസുഖങ്ങളുടെ പുറകെ പോവില്ല, അപ്പൊ ദുഃഖം ഉണ്ടാവില്ല, പരമശാന്തിയായിരിക്കും. അപ്പൊ ഞാൻ ഈ പാലിൽ കിടന്നലയുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലിൽ കാണുന്ന സുഖഭോഗങ്ങളുടെയൊക്കെ പുറകെ, വിഷയങ്ങളുടെയൊക്കെ പുറകെ എന്റെ ഇന്ദ്രിയങ്ങൾ പാഞ്ഞു നടക്കുകയാണ്. അതുകൊണ്ട് എന്റെ മനസ്സിന് സ്വസ്ഥതയില്ല ഭഗവാനെ. ഗുരുദേവൻ തന്നെ സുബ്രഹ്മണ്യ കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്, വൃക്ഷപക്കുതി കൊള്ളുമെൻ മനമി കണക്കു വരാതിനി രക്ഷജീവതിനൊച്ചയുള്ള ചിലമ്പിടും മരിയാടിയും. ഭഗവാനെ, എന്റെ മനസ്സ് വൃക്ഷത്തെ പോലെ, ഒരു കുരങ്ങിനെ പോലെ ചാടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുരങ്ങെന്ന് പറഞ്ഞിങ്ങനെ സ്വസ്ഥമായിട്ട് വെറുതെ ഇരിക്കില്ല, എന്തെങ്കിലുമൊക്കെ മാന്തി പറിച്ചും കൊണ്ട് ഇങ്ങനെ ഇരിക്കണം. കുരങ്ങിന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കുരങ്ങിന് പറ്റിയില്ല. എന്റെ മനസ്സ് അതുപോലെയാണ്, വൃക്ഷവത്, ഒരു കുരങ്ങിനെ പോലെയാണ് എന്റെ മനസ്സ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വസ്ഥതയില്ലാതെ വിഷയങ്ങളിൽ നിന്ന് വിഷയങ്ങളിലേക്ക് ചാടി 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 ഒരു കുരങ്ങി ചാടി നടക്കുന്നത് പോലെ എന്റെ മനസ്സിങ്ങനെ ഉടലുകയാണ് ഭഗവാനെ. അതാണ് പാരിൽ കിടന്നലയുമെൻ പരിതാപമെല്ലാം. അങ്ങനെ ഈ ഭൂമിയിൽ സംസാര ദുഃഖത്തിൽപ്പെട്ട് അലഞ്ഞുകൊണ്ടിരിക്കുന്ന, ഉഴന്നുകൊണ്ടിരിക്കുന്ന എന്റെ എല്ലാ ദുഃഖങ്ങളും ആരിങ്ങു നിന്നോടറിയുപ്പതിനുണ്ട് ശംഭോ. ഭഗവാനെ, ശംഭോ, നിന്നോട് അറിയിപ്പാൻ ആരാണുള്ളത്? എന്റെ സങ്കടം നിന്നോട് അറിയിക്കാൻ ആരാണ് ഭഗവാനെ ഉള്ളത് എന്ന് ഭഗവാനോട് ചോദിക്കുകയാണ്. ഭഗവാൻ നമ്മുടെയൊക്കെ ദുഃഖങ്ങളൊക്കെ അറിയാം. എന്തെങ്കിലും ഒരു ഭക്തന്റെ വിലാപം, ആ ഭക്തന്റെ മനസ്സ്, വേദന കൊണ്ട് നിറഞ്ഞ ഭക്തന്റെ മനസ്സൊരു ചോദ്യരൂപത്തിൽ ചോദിക്കുകയാണ്, ആരാണ് ഭഗവാനെ എന്റെ മനസ്സിന്റെ ഈ സങ്കടങ്ങളൊക്കെ നിന്നോട് അറിയിപ്പാനായിട്ടുള്ളത്? ഒക്കെ പദ്യത്തിന്റെ സാരം ഒന്ന് നോക്കാം. വെള്ളവും വ്യാപിച്ച ഭൂമിയും, അതാണ് പരന്ന ഭൂമി എന്ന് പറയുന്നത്. വെള്ളവും വ്യാപിച്ച ഭൂമിയും അഗ്നിയും വായുവും നിലനിന്ന് പോരുന്ന ചിതാകാശത്തിൽ, ഇതൊക്കെ ആകാശത്തിൽ നിന്നാണ് പഞ്ചഭൂതങ്ങളെല്ലാം ഉണ്ടായത്. യഥാർത്ഥത്തിൽ അമരകോശത്തിൽ പഞ്ചഭൂതങ്ങളെ കുറിച്ച് പറയുന്ന ആദ്യം ഭൂമി തൊട്ട് ആകാശം വരെയാണ് പറയുന്നത്. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. അപ്പൊ നമുക്ക് തോന്നുന്നു ഏറ്റവും അവസാനം ഉണ്ടായത് ആകാശമാണെന്ന് അമരകോശം പഠിക്കുമ്പോൾ തോന്നിപ്പോ. പക്ഷെ ആകാശത്തിൽ നിന്നാണ് എല്ലാ ഭൂതങ്ങളും, മറ്റെല്ലാ ഭൂതങ്ങളും ഉണ്ടായത്. അതാണ് ആദ്യം പറഞ്ഞ 4 ഭൂതങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ആകാശത്തിൽ, ചിതാകാശത്തിൽ, സർവത്ര വ്യാപിച്ചിരിക്കുന്ന ചിതാകാശത്തിൽ ഭഗവാനെ നീ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. വെള്ളവും വ്യാപിച്ച ഭൂമിയും അഗ്നിയും വായുവും നിലനിന്ന് പോരുന്ന ചിതാകാശത്തിൽ സർവവ്യാപിയായി അങ്ങ് കുടികൊള്ളുകയാണ് ഭഗവാനെ. സർവവ്യാപിയായി, സർവാന്തര്യാമിയായി, എല്ലാത്തിലും നിറഞ്ഞും എല്ലാത്തിലും നിലകൊണ്ടും നീ നിൽക്കുകയാണ് ഭഗവാനെ. സംസാര ദുഃഖം അനുഭവിച്ച് ഭൂമിയിൽ കിടന്ന് അയലുന്ന എന്റെ ദുഃഖമെല്ലാം ഞാൻ ഈ ഭൂമിയിൽ കിടന്ന് വരയുകയാണ്. ഇതിന് കാരണം എന്താണ്? സംസാര ദുഃഖം. സംസാര ദുഃഖം അനുഭവിക്കാനുള്ള കാരണം എന്താണ്? മോക്ഷം കിട്ടാത്തതിന്റെ അവസ്ഥയാണ്. മോക്ഷം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? മോക്ഷം കിട്ടണമെങ്കിൽ കർമ്മവാസനകളൊക്കെ അറ്റുപോകണം. എഴുത്തച്ഛൻ ഹരിനാമ കീർത്തനത്തിൽ പറഞ്ഞ കാര്യം ഞാൻ കഴിഞ്ഞ പദ്യത്തിൽ പറഞ്ഞു. കെട്ടുകളായതു കർമ്മം പുരുഷന്, കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം. കെട്ടുകളാകുന്ന കർമ്മങ്ങളാണ് മോക്ഷത്തിന് വിഘാതമായിട്ട് നിൽക്കുന്നത്. വാസനകൾ, കർമ്മവാസനകൾ, ഇതൊക്കെ കാരണം ഈ കെട്ടുകളൊക്കെ അറ്ററ്റ് പോകണം. കെട്ടുകൾ അറ്റേ മുക്തി വരൂ ദൃഢം. ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് മുക്തിയാണ്, മോക്ഷമാണ്. ഗദ്യപ്രാർത്ഥനയിൽ തന്നെ ഗുരുദേവൻ പറയുന്നുണ്ട്, എന്റെ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിച്ചു കൂട്ടുന്നതിനും. ലോകത്ത് ജനിച്ചു, എല്ലാവരുടെയും ആഗ്രഹമാണ് കഷ്ടപ്പാട് കൂടാതെ കഴിച്ചു കൂട്ടണം. കഷ്ടപ്പാട് കൂടാതെ കഴിച്ചു കൂട്ടാൻ വേണ്ടി നല്ലതും ചീത്തതുമായ മാർഗങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നല്ല വാസനയുള്ളവർ നല്ല മാർഗത്തിലൂടെ പോകും, ദുർവാസന ഉള്ളവർ ദുഷിച്ച വാസനകളിലൂടെ പോകും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ജന്മവാസന അതാണ്. ഈ കെട്ടുകളൊക്കെ അറ്റിപ്പോയാലേ മുക്തി വരൂ ദൃഢം. അപ്പൊ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിച്ചു കൂടണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. പക്ഷേ
ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കഷ്ടപ്പാട് കൂടാതെ ജീവിക്കുക എന്നുള്ളതല്ല. അവസാനം നിന്റെ പരമപദം പ്രാപിക്കുന്നതിന് നിന്റെ അനുഗ്രഹം ഉണ്ടാകണം ഭഗവാനെ. അതാണ് ഗദ്യപ്രാർത്ഥന ഗുരു നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത്. അവസാനം ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് നിന്റെ പരമപദം പ്രാപിക്കണം, ഭഗവാന്റെ പരമപദം പ്രാപിക്കണം. അത് ഗുരുദേവൻ തന്നെ സുബ്രഹ്മണ്യ കീർത്തനൊക്കെ എഴുതിയിട്ടുണ്ട്. നീയും ഞാനും ഞെരുക്കരുവതിനരുൾ തന്മയാം നിന്നടിത്ത തേനുൾ തൂകുന്ന മുത്തുക്കുളമടിയ നടക്കിടുമച്ചിക്കുരുന്തേ. ഭഗവാനെ, ഇപ്പൊ നീ പഴനിമലയിലും ഞാൻ ഇവിടെ പൂത്തോട്ടയിലും കിടന്ന് വലയുകയാണ് ഭഗവാനെ. നീ അവിടെ നിൽക്കുകയാണ്, ഞാൻ ഇവിടെ കിടന്ന് അലയാണ്. എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് അതല്ല. പഴനിമലയിൽ നിൽക്കുന്ന നീയും പൂത്തോട്ടയിലിരിക്കുന്ന ഞാനും, നീയും ഞാനും ഞെരുക്കലരുവതിന്, എന്റെ ആഗ്രഹം അതാണ്. ഞെരുക്കലരണം. ഞെരുക്കലരുക എന്ന് വെച്ചാൽ അരിച്ചു നോക്കിയാൽ പിന്നെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ഞാൻ നീയായിട്ട് മാറണം, ഭക്തൻ ഭഗവാനായിട്ട് മാറുന്ന ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരണം. അതാണ് ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞു കൂടുന്നതിനും അവസാനം നിന്റെ പരമപദം പ്രാപിക്കണമെന്ന് പറഞ്ഞത് ആ നീയും ഞാനും ഞെരിക്കലരുന്ന അവസ്ഥയാണ്. പിന്നെ അവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ, പിന്നെ ഭക്തനില്ല, ദ്വൈതമില്ല. ഭഗവാൻ എന്ന ഏകമാത്രമായ സത്യം മാത്രമാണ് പിന്നെ അവിടെ അവശേഷിക്കുന്നത്. അപ്പൊ ഞാനിവിടെ കിടന്ന് അലയുകയാണ് ഭഗവാനെ. ഈ കെട്ടുകൾ അറ്റുപോകാനായിട്ട്, കെട്ടുകളെയൊക്കെ മുറിച്ചു കളയാൻ എന്താ ചെയ്യുക? അത് എഴുത്തച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കെട്ടുകളോ ഫലഭുക്ത്യാതീരും. ഫലേച്ഛയില്ലാതെ കിട്ടിയ ജന്മം, നമുക്കൊക്കെ അസുലഭമായ ജന്മമാണ് കിട്ടിയിരിക്കുന്നത്. ശങ്കരാചാര്യ സ്വാമികൾ വിവേക ചൂടാമണി എന്ന് പറയുന്ന പ്രകരണ ഗ്രന്ഥത്തിന്റെ ആദ്യത്തെ ശ്ലോകത്തിന്റെ ആദ്യത്തെ വരിയിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ് മനുഷ്യ ജന്മത്തിന്റെ ഉദാത്ത ഭാവത്തെക്കുറിച്ച്. ജന്തൂനാം നരജന്മ ദുർലഭം ആചാര്യം പറഞ്ഞിരിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് ഈശ്വരന്റെ ഒരേ കൈ തന്നെയാണ്, ഒരു ഭേദമൊന്നുമില്ല. അത് ഗുരുദേവനും പറഞ്ഞിട്ടുണ്ട്. കരുവാൻ ചെയ്ത കരുവാണിനമോർക്കുകിൽ. ഈശ്വരനെ ഗുരുദേവൻ കൊടുത്ത പരിപാവനമായ ഒരു പേരാണ് അറിവ്. ഗുരുദേവൻ കൊടുത്ത പരിപാവനമായ പേരാണ്. ആ അറിവാകുന്ന കരുവാൻ കരിക്കളൊക്കെ ഉണ്ടാക്കുന്ന ആള്, സ്വർണ്ണമാലയൊക്കെ ഉണ്ടാക്കുന്ന കരുവാനാണ് തട്ടപ്പണിക്ക്, കുടം ഉണ്ടാക്കുന്ന കരുവാനാണ് കൊശവൻ, പുലാൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ അറിവാകുന്ന കരുവാൻ സൃഷ്ടിച്ച കരുക്കളാണ്, സൃഷ്ടിജാലങ്ങളാണ് എല്ലാ ജീവജാലങ്ങളും. എല്ലാ ജീവജാലങ്ങളും ഒരേ ഈശ്വരന്റെ തന്നെ സൃഷ്ടികളാണെങ്കിലും ശങ്കരാചാര്യ സ്വാമികൾ പറയുകയാണ് ജന്തൂനാം നരജന്മ ദുർലഭം. ഈ ജന്തുക്കളിൽ വെച്ച് ഒരു മനുഷ്യജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുർലഭമായ അവസ്ഥയാണ്. അപ്പൊ ഞാനും നിങ്ങളും നമ്മളൊക്കെ ആരാണ്? ജീവജാലങ്ങളിൽ വെച്ച് ഏറ്റവും ദുർലഭമായ ജന്മം കിട്ടിയ മഹാഭാഗ്യശാലികളാണ് നമ്മൾ. എന്തുകൊണ്ടാണ് മനുഷ്യജന്മം ഇത്ര ഉദാത്തമാണെന്ന് പറയാൻ കാര്യം? ഈശ്വരനാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചെങ്കിലും എന്റെ സൃഷ്ടികർത്താവ് നീയാണെന്ന്, ഈശ്വരനാണെന്ന് അറിയാൻ കഴിവുള്ള ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രം. അതിനുള്ള ബുദ്ധി കൊടുത്തിരിക്കുന്നത് മനുഷ്യൻ. ബാക്കി എല്ലാ കാര്യത്തിലും എല്ലാ ജീവജാലങ്ങളൊക്കെ ഒന്ന് തന്നെ. സൃഷ്ടികർത്താവിനെ തിരിച്ചറിയാനുള്ള വിശേഷ ബുദ്ധി, വിവേകം കിട്ടിയിരിക്കുന്നത് മനുഷ്യന് മാത്രമാണ്, ബാക്കി ഒരു ജീവജാലങ്ങൾക്കും ഇല്ല. എങ്ങനെ കിട്ടി ഇത്ര ഉദാത്തമായ മനുഷ്യജന്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ശങ്കരാചാര്യ തന്നെ ആ ശ്ലോകത്തിന്റെ അവസാനം മറുപടി പറഞ്ഞിട്ടുണ്ട്. ശതകോടി ജന്മ സുഹൃതൈഹി പുനർവിനാലഭ്യതേ. ഇങ്ങനെ ഒരു ജന്മം കിട്ടിയെങ്കിൽ, അപൂർവത്തിൽ അപൂർവമായ ഒരു മനുഷ്യജന്മം കിട്ടിയെങ്കിൽ അത് ഒന്നും രണ്ടും ജന്മങ്ങളുടെ അല്ല, ശതകോടി ജന്മം, ഒരുപക്ഷെ 100 കോടി ജന്മങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം നമ്മൾ. അറിഞ്ഞുകൂടെ നമുക്ക്, ജന്മത്തെ കുറിച്ചൊന്നും അറിയില്ല. ഇങ്ങനെ പോന്നിട്ടുള്ള ജന്മങ്ങളിലേക്ക് കിട്ടിയ അവസരം ഉപയോഗിച്ച് ചെയ്ത സത്കർമ്മങ്ങളുടെ ഫലം കൊണ്ടാണ് ഇങ്ങനെ ഒരു മനുഷ്യജന്മം കിട്ടിയതെന്ന് ആചാര്യം പറയുമ്പോൾ അതിനകത്തൊരു ധ്വനി ഒളിച്ചു കിടപ്പുണ്ട്. ഈ കിട്ടിയ ജന്മമെങ്കിലും നന്നായി ഉപയോഗിച്ചാൽ, ഇപ്പൊ നമുക്ക് ഈ ഭാഗ്യജന്മം കിട്ടിയിരിക്കണേ, ആ ജന്മം നമ്മൾ ഈശ്വരന്റെ വരദാനമാണ് എന്റെ ജന്മമെന്നറിഞ്ഞ് നടക്കുന്ന ഓരോ അടിയും ഓരോ സ്റ്റെപ്പും ഈശ്വരോന്മുഖമാക്കിയാൽ വീണ്ടും നമുക്ക് ചെന്ന് അതിനകത്ത് വീഴാതിരിക്കാൻ സാധിക്കും. എഴുത്തച്ഛനൊക്കെ പറഞ്ഞതാണ്. അത് തന്നെ എഴുത്തച്ഛൻ വേറെ തട്ടി പറഞ്ഞിട്ടുണ്ട്. ബഹുജന്മാർജിത കർമ്മമശേഷം
തിരുമുൽക്കാഴ്ച നിനക്കിഹ വച്ചേ. എന്റെ ഭഗവാനെ, ജന്മജന്മാന്തരങ്ങളായിട്ട് ആർജിച്ചിട്ടുള്ള ഈ പാപങ്ങളുണ്ടല്ല, ഈ ഭാണ്ഡം മുഴുവൻ ഞാൻ ഇതാ നിന്റെ കാൽക്കൽ വെച്ചു. അപ്പൊ നമ്മുടെ തലേന്ന് പോയില്ലേ? എത്ര കാര്യം പറഞ്ഞെന്ന് ആലോചിച്ച് നോക്കി. ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മളിൽ അഴിഞ്ഞുകൂടിയിരിക്കുന്ന ഈ പാപഭാരമെല്ലാം ഞാൻ നിന്റെ കാൽക്കൽ വെച്ചു. അപ്പൊ ഞാൻ ക്ലീനായി. അതുകൊണ്ട് ഇനി നീ എന്ത് ചെയ്യണം? ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട, പരിപാലയമാനാരായണ ജയ. അതുകൊണ്ട് ഇനി എനിക്ക് ജനമരണങ്ങൾ വേണ്ട ഭഗവാനെ. ആ നിത്യസന്തോഷദായകമായ നിന്റെ പദം, നിന്റെ പരമപദം നീ എനിക്ക് തരണം ഭഗവാനെ. ഇവിടെ പറയുകയാണ്, അങ്ങനെയുള്ള ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ ഈ ജന്മദുഃഖമെല്ലാം നിന്നോട് അറിയിച്ചു തരാനുള്ള കഴിവ് എനിക്കില്ല ഭഗവാനെ. ആരാണ് നിന്നെ ഇതൊക്കെ അറിയിക്കാനുള്ളത് ഭഗവാനെ എന്ന ഭക്തന്റെ ആ ഒരു പരിദേവനം ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. പഞ്ചഭൂതങ്ങളായ പൃഥ്വി, ഭൂമി, മണ്ണ്, വെള്ളം, തേജസ്, അഗ്നി, വായു, ആകാശം എന്നിവയിൽ ആദിമമായി സംഭൂതമായത് ആകാശമാണ്. ആകാശമുണ്ടെങ്കിലേ എന്തിനും നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. ആകാശം നമ്മൾ ഇംഗ്ലീഷിൽ സ്പൈസ് എന്ന് പറയും. നമ്മൾ വീട്ടിൽ ഒരു കസേര പോട്ടെ, ഒരു നിലവിളക്ക് മേടിക്കുകയുള്ളൂ. ആ നിലവിളക്ക് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാൻ സ്ഥലമില്ലെങ്കിൽ അത് മേടിച്ചിട്ട് കാര്യമില്ല. മേടിക്കുന്നതിന് മുമ്പ് ആലോചിക്കണം, വീട്ടിൽ ഇത് വെക്കാനുള്ള സ്ഥലമുണ്ടോ. ഒരു ഫർണിച്ചർ മേടിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ ഫർണിച്ചർ ഞാൻ മേടിച്ചാൽ വീട്ടിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് നോക്കണം. സ്പേസ് ഇല്ലെങ്കിൽ മേടിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ വരാന്തയിലിട്ട് വെക്കുക, വെയിൽ മണ്ണും പൊളിച്ചത് കളയേണ്ടി വരും. അപ്പോൾ എല്ലാത്തിനും നിലനിൽപ്പ് ആകാശമാണ്. ആകാശം എന്ന് പറഞ്ഞാൽ സർവത്ര നിറഞ്ഞ് കവിഞ്ഞ് തൊഴുമ്പിരിക്കുന്ന ചൈതന്യമാണ്. ഇതിൽ നിന്നാണ് ബാക്കിയുള്ള 4 ഭൂതങ്ങളും സംജാതമായത്. ആകാശത്തിൽ നിന്ന് വായുവും, ആകാശത്തിൽ നിന്നാണ് വായു ഉണ്ടായത്, വായുവിൽ നിന്നാണ് തേജസ് ഉണ്ടായത്. അതുകൊണ്ടാണ് അടപ്പിൽ കനലിട്ട് ഊതുമ്പോ കനൽ ജ്വലിക്കണതിന്റെ കാര്യം പറഞ്ഞത്. വായു കൊണ്ട് നിങ്ങൾ നമ്മൾ ഊതുമ്പോ എന്തെങ്കിലും ജ്വലിക്കുന്നത് എന്തുകൊണ്ടാണ്? വായുവും അഗ്നിയുമായിട്ടുള്ള ഒരു ബന്ധം കൊണ്ടാണ്. വായുവിൽ നിന്ന് തേജസ്സും, തേജസ്സിൽ നിന്ന് വെള്ളവും, വെള്ളമുണ്ടാകുന്നത് ചൂടിൽ നിന്ന്. അപ്പൊ ഞാൻ എന്താണ് സെക്രട്ടറിയിൽ പാനിട്ട് തരാൻ പറഞ്ഞത്? ചൂടായപ്പോ എങ്ങനെയെങ്കിലും വെള്ളം ഒഴുകാൻ തുടങ്ങി, വിയർപ്പ് ഒഴുകാൻ തുടങ്ങി. കാര്യം അതാണ്. അതിൽ നിന്നാണ്, ചൂടിൽ നിന്നാണ് വെള്ളം ഉണ്ടാകുന്നത്. അപ്പോൾ വെള്ളത്തിൽ നിന്നാണ് ഭൂമി ഉണ്ടായത്. എല്ലാവരും പറയും പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളമുണ്ടാക്കി എന്ന് പറയുന്നത് വെറുതെയല്ലേ? അന്ധവിശ്വാസം പരത്താൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു സങ്കല്പമല്ലേ? നമ്മുടെ തന്ത്രിമാരൊക്കെ ബലിയിടിക്കുമ്പോൾ നിങ്ങൾ കേട്ട് കാണും, പരശുരാമൻ നിർമ്മിതായ കേരള ഭൂമവും. അതിന് അന്ധവിശ്വാസം ഒന്നും കരുതേണ്ട കാര്യമില്ല. പരശുരാമൻ കോടാലി എറിയാതിരിക്കുകയും ചെയ്യട്ടെ, അതൊരു മെത്തായിട്ട് എടുക്കാൻ മതി. പരശുരാമൻ മഴു എറിഞ്ഞപ്പോൾ അന്ന് കുടകിൽ ചെന്ന് നിന്ന് കേരള ഭൂമി ഉണ്ടായി. അപ്പൊ ഭൂമി ഉണ്ടായത് വരുന്ന വെള്ളത്തിൽ നിന്നാണ്. നമ്മുടെ വേദാന്ത ശാസ്ത്രവും പറയുന്നത് അതാണ്. വെള്ളത്തിൽ നിന്നാണ് മണ്ണുണ്ടായത്, ഭൂമി ഉണ്ടായി. അതിനെ അങ്ങനെ കണ്ടു നോക്കിയപ്പോ അത് അന്ധവിശ്വാസമായിട്ട് മാറിയില്ല. ഇവിടെ എല്ലാത്തിനും അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളുമ്പോൾ അതിനൊക്കെ തടങ്ങിയിരിക്കുന്ന ആ ആശയം എടുത്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്കത് പിടികിട്ടും. ഇതൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ആചാര്യന്മാരാണ്. അതൊക്കെ വെറുതെ ഉണ്ടാക്കിയ ആൾക്കാരൊന്നും അല്ലവര്. ഇതൊക്കെ നല്ല ബുദ്ധിയുള്ള, കീൻ ബുദ്ധിയുള്ള നമ്മുടെ ആചാര്യന്മാർ, ഋഷിവര്യന്മാരുണ്ടാക്കിയതാണ്. പരശുരാമൻ ഒരാളിങ്ങനെ വന്നേക്ക് ഒരു കൊടാലിയിൽ കയറിയെന്നുള്ളത് അവിടെ ഇക്കട്ടെ. അതിന്റെ പൊരുൾ അതാണ് സങ്കല്പിച്ചു കഴിഞ്ഞാൽ, വെള്ളത്തിൽ നിന്നാണ് മണ്ണുണ്ടായത്, ഭൂമി ഉണ്ടായത്. അപ്പോൾ സംജാതമായത്. അപ്പോൾ നീരിനും നിലത്തിനും കനലിനും കാറ്റിനും ആധാരമാകുന്നത് അമ്പരമാണ്. ഈ 4 ഭൂതങ്ങൾക്കും ആധാരമാകുന്നത് ആദിമഭൂതമായ ആകാശമാണ്. ആകാശം തന്നെയാണ്. എല്ലാത്തിനും ആധാരമായ ആകാശമോ. അപ്പൊ ഈ ആകാശം എന്നുണ്ടായി ഈ ന്യായശാസ്ത്രം എന്നൊരു ശാസ്ത്രമുണ്ട്. അതിനകത്ത് കാര്യകാരണ ന്യായം എന്ന് പറയുന്ന ഒരു ബന്ധമുണ്ട്. കാരണമില്ലാത്ത കാര്യം ഉണ്ടാവില്ല. ഏത് കാര്യമെടുത്താലും അതിന് കാരണം ഉണ്ടാവും. രണ്ടുപേരും തമ്മിൽ വഴക്ക് പിടിക്കും. ഒരു കാര്യം വെറുതെ നമുക്ക് വഴക്ക് പിടിക്കും, ആരെങ്കിലും വഴക്ക് പിടിക്കും. എന്തെങ്കിലും ഒരാൾ നേരത്തെ എന്തെങ്കിലും ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പണ്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ പ്രതികാരമാണ്. വെറുതെ ഇങ്ങനെ തിരയുണ്ടാവും. തിരക്ക് കാരണമുണ്ട്. കടലിൽ നിന്നുണ്ടാകുന്ന തിരകൾക്ക് കാരണം കടൽ വെള്ളം തന്നെയാണ്. ഒരു സ്ഥലത്ത് പുകയുണ്ടെങ്കിൽ നമുക്കതിന് കാരണമായ തീ ദൂരെ എവിടെയോ ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷെ വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്,
വെള്ളത്തിൽ നിന്നാണ് തിരകൾ ഉണ്ടായതെങ്കിലും തിരകളില്ലെങ്കിലും വെള്ളം ഉണ്ടായിരിക്കും. തിരകളില്ലെങ്കിലും വെള്ളം ഉണ്ടായിരിക്കും. എല്ലാ തീയിൽ നിന്നും പുക വരണമെന്ന് നിർബന്ധമില്ല. തീയിൽ നിന്നേ പുക ഉണ്ടാവുകയുള്ളൂ. പക്ഷെ പുകയില്ലെങ്കിലും തീ ഉണ്ടാവും. അതാണ് കാര്യകാരണ ബന്ധത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ്. അപ്പൊ ആകാശം, എല്ലാ ഭൂതങ്ങൾക്കും ആധാരമായ ആകാശം എന്ന് പറയുന്ന, അമ്പരം എന്ന് പറയുന്ന ഭൂതമുണ്ടായത് എവിടെ നിന്നാണ്? അത് ബോധത്തിൽ നിന്നാണ് ഉണ്ടായത്. ബോധതലത്തിൽ നിന്നാണ് ഉണ്ടായത്. അദ്വൈത ദീപികയിൽ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, പരമാവധി ബോധമത്രേ. നിങ്ങൾക്ക് അദ്വൈത ദീപിക ഇപ്പൊ പരമേശ്വരൻ മാസ്റ്റർ പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ മാസ്റ്റർ പഠിപ്പിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് എപ്പോഴെങ്കിലൊക്കെ അദ്വൈത ദീപ പഠിപ്പിക്കും. അതിനകത്ത് ഗുരു പറഞ്ഞിട്ടുണ്ട്, പരമാവധി ബോധമത്രേ, ഇതിനപ്പുറത്തൊരു ബോധമില്ല. ആത്മോപദേശ ശതകത്തിന്റെ ആദ്യത്തെ പദ്യത്തിലും ഗുരു പറയുന്നതാണ്, അറിവിലുമേറിയറിഞ്ഞിടുന്നവൻ, അറിവിലും ഏറിയ അറിവ്, അതിനപ്പുറത്തൊരു അറിവില്ല. പരമമായ അറിവ്, അതാണ് ഈ പരമമായ ബോധതലം. പരമാവധി ബോധം എന്ന് അദ്വൈത ദീപികയിൽ ഗുരു പറഞ്ഞ ബോധതലം അതാണ്. ആ ബോധത്തിൽ നിന്നാണ് ആകാശം ഉണ്ടായത്. ആകാശത്തിൽ നിന്നാണ് മറ്റ് 4 ഭൂതങ്ങളും ഉണ്ടാകുന്നത്. ഏത് വസ്തു എടുത്തു നോക്കിയാലും അവസാനം ചെന്നെത്തുന്നത് അറിവ്. ഈ ബോധതലത്തെയാണ് അറിവെന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് ജ്ഞാനമെന്ന് പറയുന്നതും ഈശ്വരൻ എന്ന് പറയുന്നതും ദൈവം എന്ന് പറയുന്നതും. എല്ലാം ഈ ബോധം തന്നെയാണ്. പരമാവധി ബോധം, ബോധസ്വരൂപം. നമ്മളൊരു ഈരഴ തോർത്ത്, ഞാനൊരു എളുപ്പത്തിന് വേണ്ടി പറഞ്ഞു, ഒരു ഈരഴ തോർത്ത് എടുത്ത് മേശപ്പുറത്ത് വെക്കുക. ഒരു കൊച്ചിനോട് ചോദിക്കുകയാണ്, ഇപ്പൊ ഇതെന്താണ്? അവൻ പറയും അത് തോർത്താണെന്ന് പറയും. ഒരു സംശയമില്ല. ശരി, തോർത്താണ്, സമ്മതിക്കും. ആ തോർത്തിന്റെ ഓരോ നൂലും വലിക്കുക. ഞാൻ ഈരഴ തോർത്തെന്ന് പറഞ്ഞാൽ വലിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി പറഞ്ഞു, മറ്റേ തുണി ഞാൻ പെട്ടെന്ന് വലിക്കാൻ പറ്റില്ല. ഈരഴ തോർത്തിന്റെ ഓരോ നൂലും വലിച്ച് വലിച്ച് നൂലൊക്കെ എല്ലാം നിരത്തി വെക്കുക. അപ്പൊ അവനോട് ചോദിച്ചാൽ അവൻ പറയുമോ ഇത് തോർത്താണെന്ന് പറയുമോ? തോർത്തെന്ന് പറയാൻ പറ്റില്ല. തോർത്തവിടെ പോയി തോർത്ത് നൂലായിട്ട് പോകും. ഇനി ഓരോ നൂലും എടുത്ത് ഒന്ന് ഇടത്തോട്ട് പിരിച്ച് 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 നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് പഞ്ഞിയായിട്ട് മാറും. ഈ പഞ്ഞിയെയും അതിന്റെ കണങ്ങളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? അതിന്റെ മൂലകങ്ങളായിട്ട് മാറും. ഈ മൂലകങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ മൂലകങ്ങളായിട്ട് മാറും. അവസാനം ചെന്നെത്തുന്നത് ഈ തൊകർത്തെന്ന് പറയുന്ന സാധനം, തൊകർത്ത് എന്ന അറിവിൽ ചെന്നാണ് നിൽക്കുന്നത്. അതാണ് എല്ലാത്തിനും ആധാരം ബോധമാണ് എന്ന് പറയുന്നതിന്റെ കാര്യം. ജനനി നവരത്ന മഞ്ജരിയിൽ ഗുരു പറയുന്നതാണ്, തിരകൾ നീരായിടുന്നു. അന്വേഷിക്കുന്നവർക്ക് തിരകൾ നീരാണെന്നറിയാം, വെള്ളമാണ്. അന്വേഷിക്കാത്ത ഒരു എട്ടുപൊട്ടും തിരിയാത്ത കൊച്ചിന് അവന് തിര വേറെയും വെള്ളം വേറെയും. അവനോട് അത് പറഞ്ഞിട്ട് കാര്യം, കാരണം അവനതിനെ കുറിച്ച് അറിയില്ല. ബണിനാരായിടുന്നു. സന്ധ്യക്ക് നല്ല വെട്ടായില്ലാത്തപ്പോ വളഞ്ഞു കിടക്കുന്ന സാധനം വളഞ്ഞു കിടക്കുക. അയ്യോ പാമ്പേ എന്ന് പറഞ്ഞ് പേടിച്ചു പോയി. അപ്പൊ ഒരുത്തം കൊണ്ടുവന്ന് ലൈറ്റ് പാമ്പല്ല, അതൊരു കയറ് കഷ്ണം വളഞ്ഞു കിടക്കുക. എന്താ കാര്യം? വെളിച്ചമില്ലാത്തതിന്റെ ആ വെളിച്ചത്തിന്റെ അഭാവത്തിലാണ് കയറിന്റെ പാമ്പായിട്ട് തോന്നിയത്. അതുപോലെ തന്നെയാണ് ഈ ഉലകത്തിന്റെ കാര്യവും പ്രപഞ്ചത്തിന്റെ കാര്യവും അതുപോലെ തന്നെയാണ്. അറിവിന്റെ അഭാവത്തിലാണ് പ്രപഞ്ചം സത്യമാണെന്ന് തോന്നുന്നത്. അറിവ്, ശരിയായ അറിവ് വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ പരമമായ സത്വം, ബ്രഹ്മസത്യം ജഗൻ മിഥ്യ, ബ്രഹ്മം മാത്രമേ സത്യമുള്ളൂ, ജഗത്ത് മിഥ്യയാണ് എന്ന് തോന്നുന്നത്. ആ ഒരു അറിവെത്തുമ്പോഴാണ്. അപ്പോൾ ആ ബോധതലം എന്നത് ചിദംബരം അഥവാ ചിദ്രൂപമായ ജ്ഞാനം തന്നെയായ ചൈതന്യമാണ് ആ ബോധതലം. ആ ബോധതലമാണ് ഭഗവാന്റെ വാസസ്ഥലം. നീ അവിടെയാണ് ഭഗവാനെ നീ കുടികൊള്ളുന്നത്. നിന്റെ നിലയം അതാണ് ഭഗവാനെ. നീരും നിരന്ന നിലവും കനലോടു കാറ്റും ചേരും ചിദംബരമതിങ്കലിരുന്നിടും നീ. നിന്റെ വാസസ്ഥാനം അതാണ് ഭഗവാനെ. നമ്മളൊക്കെ ധരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ കോവിലിനകത്ത് ഇരിപ്പുണ്ട്, വേറെ പോയിട്ടില്ല. മുത്തോട്ടക്കാട് അഭിമാനമാണ്. ശിവൻ ഞങ്ങളുടെ സ്വന്തമാണ്, പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ആയിക്കോട്ടെ, അതിനകത്തുമുണ്ട്. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ അതിനകത്തുമുണ്ട്. പക്ഷെ അതിനകത്ത് മാത്രമല്ല, ഭഗവാൻ സർവത്ര വ്യാപിച്ച് നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പി നിൽക്കുകയാണ്. ഈ ചിദംബരമാകെ ഭഗവാൻ നിൽക്കുകയാണ്. അതാണ് ദൈവദേശത്തിൽ ഗുരു പറഞ്ഞത്, അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനെ ജയിക്കുക. ഭഗവാനെ നീ അകത്തും പുറത്തും സർവത്ര വ്യാപിച്ചിരിക്കുകയാണ്. ഈ പദ്യത്തിൽ പറഞ്ഞതിന്റെ അർത്ഥമാണ്, ആ ചിദംബരത്തിൽ നീ
നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പി നിൽക്കുകയാണ് ഭഗവാനെ. അപ്പൊ ചിദംബരം എന്നത് സർവത്ര വ്യാപിച്ച് വിളങ്ങുന്ന ആ ശംഭു തന്നെയാണ് ചിദംബരം എന്ന് പറയുന്നത്. ഭഗവാൻ തന്നെയാണ് ചിദംബരം എന്ന് പറയുന്നത്. അതാണ് ചിദംബരം അതിങ്കൽ നിന്നിടുന്നീ എന്ന് വ്യക്തമാക്കുന്നതിന്റെ ആ പൊരുൾ അതാണ്. ഭഗവാൻ സർവത്ര വ്യാപിച്ച് എല്ലാത്തിലും നിലകൊണ്ട് എല്ലാത്തിലും അടങ്ങി ഭഗവാൻ എങ്ങനെ ഉരുകൊള്ളുകയാണ്. മനുഷ്യജന്മം കിട്ടിയത് തന്നെ മുജ്ജന്മങ്ങളിൽ ചെയ്ത സത്കർമ്മ ഫലമായിട്ടാണെങ്കിലും നേരത്തെ ശങ്കരാചാര്യൻ പറഞ്ഞില്ലേ, ശതകോടി ജന്മ സുഹൃതൈ പുണ്യർവിനാലഭ്യതേ, 100 കോടി ജന്മങ്ങളായിട്ട് ചെയ്ത സുഹൃതത്തിന്റെ ഫലം കൊണ്ടാണ് ഇങ്ങനെ ഒരു ജന്മം കിട്ടിയത്. അല്ലെങ്കിൽ ഈച്ചയായിട്ടും പൂച്ചയായിട്ടും ഒക്കെ പോകേണ്ടവരാണ്. പൂന്താനം പറഞ്ഞില്ലേ, ഈ ഈച്ചൊരു പൂച്ചയായിരുന്നു ഈശ്വരന്റെ വിലാസങ്ങളിങ്ങനെ. എന്റെ ആ ഈച്ച ചത്തപ്പോ ഒരു മനുഷ്യനാകാൻ പാടില്ലായിരുന്നു. ആയില്ല, അവൻ പൂച്ചയാകാനാണ് അല്ലെ. അജം ചത്തു ഗജമായി മാറുന്നു. ആടായിരുന്നു ഒരു ജന്മം, ചത്തു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ആ ആനയായിട്ട് മാറി. എന്നാ മനുഷ്യജന്മം കിട്ടി. മനുഷ്യജന്മം കിട്ടിയ ഒരു പെണ്ണിന്റെ കാര്യം പറയുന്നുണ്ട്, പെണ്ണല്ല ഒരു മനുഷ്യന്റെ കാര്യം പറയുന്നുണ്ട്. നാരീജത്തുടനൂരിയായി മാറുന്നു. നല്ല സുന്ദരിയായ ഒരു പെണ്ണായിട്ടാണ് ജനിച്ചത്. സുന്ദരി എന്ന് പറഞ്ഞാൽ അതിസുന്ദരിയായ ഒരു പെണ്ണായിട്ട് ജന്മം കിട്ടി. ഇവളെന്ത് ചെയ്ത്? എന്നെപ്പോലെ സൗന്ദര്യം, സുന്ദരി ആരും ഇല്ലെന്ന് പറഞ്ഞ് ചവിട്ടി കുലുക്കി. ഈ ഭൂമി കുലുക്കണമെന്ന് കേട്ടില്ല, അതുപോലെ ചവിട്ടി കുലുക്കി അഹങ്കരിച്ച് ഈശ്വരനുമില്ല അച്ഛനുമില്ല അമ്മയില്ല മതിച്ച് നടന്നു. അവസാനം അവർക്ക് കിട്ടിയ ഒരു ജന്മം ഏതാണ്? നാരീജത്തുടൻ ഓരിയായി കുർത്തത്തിയായിട്ട് മാറി. ഓരിയിട്ട് കുറിച്ച് ആൾക്കാർക്ക് സ്വൈര്യം കെട്ടി നടക്കണ കുർത്തത്തിയെ. എന്താ കാര്യം? കിട്ടിയ ജന്മം ഈശ്വരൻ തന്നതാണ്. ഈശ്വരനെ സ്മരിച്ച് ജീവിക്കണമെന്നുള്ള ബോധമില്ലാത്തതിന്റെ കുഴപ്പമാണ് നാരി ഓരിയായിട്ട് മാറിയത്. നമുക്കാർക്കും ഇത് വരരുത്. ആചാര്യന്മാർക്ക് എഴുതി തന്നതിന്റെ കാര്യം, നമുക്കൊക്കെ ഉത്തമമായ ജന്മം കിട്ടി, അത് ഈശ്വരൻ തന്ന ജന്മമാണ്. ഈശ്വരോന്മുഖമായിട്ട് ജീവിച്ച് ജന്മം വേണ്ട എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട, നമ്മുടെ ആഗ്രഹം അതാണ്. ഇനി അഥവാ ഒരു ജന്മം കിട്ടിയാൽ ഇതുപോലത്തെ ഒരു ജന്മമോ ഇതിനേക്കാളും ഉത്തമമായ ജന്മം ആയിരിക്കും അഥവാ കിട്ടിയാൽ. അതുമല്ല നമ്മുടെ ആഗ്രഹം. ജനിമരണങ്ങൾ വേണ്ട, നിത്യസന്തോഷദായകമായ നിന്റെ പദം നീ തരണമെന്നാണ് ആഗ്രഹം. ഇനി അഥവാ മനുഷ്യനായിട്ട് ജനിച്ചാൽ ഉത്തമമായ ഒരു ജന്മം തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ മനുഷ്യജന്മം കിട്ടിയത് തന്നെ മുജ്ജന്മങ്ങളിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ടാണെങ്കിലും ഒരു സത്യാന്വേഷി ആഗ്രഹിക്കുന്നത്, അല്ലാത്തവരുടെ ആഗ്രഹം അല്ല പറയുന്നത്, സത്യാന്വേഷിയുടെ ആഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു സത്യാന്വേഷി ആഗ്രഹിക്കുന്നത് മനുഷ്യജന്മവുമല്ല. അവന്റെ ആഗ്രഹം ഇനിയൊരു ജന്മം വേണ്ട, അഥവാ കിട്ടിയാൽ മനുഷ്യജന്മം എനിക്ക് വേണ്ട, എനിക്കത് മതിയായി. പിന്നെ അവനെന്താണ്? ജനന മരണരഹിതമായ മോക്ഷപദമാണ് അവൻ ആഗ്രഹിക്കുന്നത്. സത്യാന്വേഷികൻ പ്രത്യേകം ഓർത്തേക്കണം, അല്ലാത്തവർക്ക് ഇത് ബാധകമല്ല. സത്യാന്വേഷികളായവർ അന്വേഷിക്കുന്നത് മോക്ഷപദമാണ് ആഗ്രഹിക്കുന്നത്. മോക്ഷം കിട്ടാതെ ഈ ഭൂമിയിൽ കഴിയുന്നിടത്തോളം കാലം, എത്ര കാലം നമുക്ക് പറയാൻ പറ്റിയില്ല, മോക്ഷം കിട്ടാതെ ഈ ജന്മത്ത് കഴിയുന്നിടത്തോളം കാലം. മോക്ഷം കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും? അത് ശങ്കരാചാര്യ എഴുതിയിട്ടുണ്ട് ഭജഗോവിന്ദത്തിൽ. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്ഥാരേ കൃപയാ പാരേ പാഹി മുരാരേ. മോക്ഷം കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥ ഇതാണ്. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനി. വീണ്ടും ജനിക്കുന്നു, മരിക്കുന്നു, വീണ്ടും ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ കയറുന്നു, വീണ്ടും പുറത്തു വരുന്നു, വീണ്ടും കയറുന്നു, വേറെ അമ്മയുടെ വയറ്റിലായിരിക്കും ചിലപ്പോൾ കയറുന്നത്. ഈ പ്രക്രിയ ഇങ്ങനെ അനുസ്യൂതം നടന്നുകൊണ്ടേയിരിക്കും. ഭഗവാനെ ശങ്കരാചാര്യ പറയുന്നു, ഇഹ സംസാരേ ബഹുദുസ്ഥാരേ. ഈ സംസാര സാഗരമൊന്ന് കടക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഭഗവാനെ. കൃപയാ പാരേ പാഹി മുരാരേ. എന്റെ മുരാരേ കൃഷ്ണ ഭഗവാനെ, നീ വിചാരിച്ചാൽ മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മോക്ഷം കിട്ടാത്തിടത്തോളം കാലം, ഈ ഭൂമിയിൽ കഴിയുന്നിടത്തോളം കാലം ലോകാനുഭവങ്ങളായ സുഖദുഃഖാദികൾ അനുഭവിക്കുക തന്നെ വേണം. ജന്മം കിട്ടിയാൽ സുഖങ്ങളും ദുഃഖവും അനുഭവിച്ചേ മതിയാകുകയുള്ളൂ. അത് കർശനമായൊരു നിയമമാണ്. പാരിൽ കിടന്നലയുമെൻ പരിതാപമെല്ലാം എന്ന്
ഈ പദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലുള്ള സംസാര ദുഃഖത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. ജനിച്ചാൽ സുഖദുഃഖം അനുഭവിക്കണം. സുഖം മാത്രമല്ല ദുഃഖമുണ്ട്, ദുഃഖം മാത്രമല്ല സുഖമുണ്ട്. ഈ സുഖം എന്ന് പറയുന്നത് ശാശ്വതമായ സുഖമല്ല, താൽക്കാലികമായ സുഖമാണ്. അത് ഓർത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഈ പരിതാപം, എന്റെ ഈ സങ്കടം ചിദാകാശസ്ഥനായ ശിവനോട് അറിയിക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ? ആർക്കും കഴിയില്ല. ഭക്തന്റെ പരിദേവനമാണ് ഈ പദ്യം. ഇതാണ് പദ്യത്തിന്റെ സാരാംശം. അതാണ് ഞാൻ 6ാമത്തെ പദ്യം ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലുകയാണ്. നീരും നിരന്ന നിലവും കനലോടു കാറ്റും ചേരും ചിദംബരമതിങ്കലിരുന്നിടും നീ പാരിൽ കിടന്നലയുമെൻ പരിതാപ